ഹലോ ഫ്രണ്ട്സ്, വണ്ടി Volkswagen പോളോ ആണ്. വണ്ടി ഏകദേശം 1,28,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇതിൽ കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേജർ സർവീസ് ചെയ്യണം. അതുപോലെ തന്നെ ടൈമിംഗ് കിറ്റ് മാറ്റാനുണ്ട്. ഇതിനകത്ത് ടൈമിംഗ് കിറ്റ് 1 lakhൽ ഇതിന് മാറിയിട്ടില്ല. അപ്പോൾ നമുക്ക് ടൈമിംഗ് കിറ്റ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് ഹാൻഡ് എടുത്താണ്, കസ്റ്റമർ സെക്കൻഡ് ഹാൻഡ് എടുത്താണ്. കസ്റ്റമർ തന്നെ പറഞ്ഞതാണ് അപ്പോൾ ആ ടൈമിംഗ് കിറ്റ് മാറ്റിയിട്ടില്ല, മാറ്റണം എന്നുള്ള രീതിക്ക്. അപ്പോൾ എന്തായാലും നമുക്കിതിൽ മേജർ സർവീസും ചെയ്യണം. 1,28 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 1,20 സർവീസ് പോലെയാണ് ചെയ്യുന്നത്. 40K സർവീസ്. 40K സർവീസിൽ നമ്മൾ എഞ്ചിൻ ഓയിൽ ഫിൽറ്റർ, ഡീസൽ ഫിൽറ്റർ, അതുപോലെ തന്നെ എയർ ഫിൽറ്റർ, ഗിയർ ഓയിൽ, അങ്ങനെ എല്ലാം വരും. എല്ലാ ഫ്ലൂയിഡ്സും മാറ്റും, അതിനകത്ത് എല്ലാ ഫിൽറ്റേഴ്സും മാറ്റും. അപ്പോൾ അത് ചെയ്യാം. പിന്നെ അതുപോലെ അതിൻ്റെ കൂടെ തന്നെ ടൈമിംഗ് കിറ്റ് നമുക്ക് ഇതിനകത്ത് മാറാനുണ്ട്. പിന്നെ ഒരു ABSൻ്റെ വാർണിംഗ് ലൈറ്റ് കത്തുന്നുണ്ട്. അതൊന്ന് സ്കാൻ ചെയ്ത് നോക്കിയിട്ട് ഏതാ സെൻസർ നോക്കിയിട്ട് ആ സെൻസർ നമുക്ക് ഇതിനകത്ത് മാറണം. പിന്നെ ഓടിച്ച് നോക്കുന്നതിൽ വേറെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, സീനൊന്നുമില്ല. കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന വണ്ടി പോലെ ഉണ്ട്. നമുക്ക് കാണും ഈ 1,20 ഓടിയിട്ടും ആ ഒരു പെർഫോമൻസ് വണ്ടിക്കകത്ത് നല്ലവണ്ണം ഉണ്ട്. അപ്പോൾ എന്തായാലും വേറെ പ്രത്യേകിച്ച് വേറെ മേജർ ഇഷ്യൂസ് ആയിട്ടൊന്നും തോന്നുന്നില്ല. എന്തായാലും നമുക്ക് ഗാരേജിൽ പോയിട്ട് ലിഫ്റ്റ് ചെയ്തിട്ട് നോക്കാം. ഇനി വേറെ എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടോ അണ്ടർ ബോഡിയിൽ, ഇനിയിപ്പോൾ എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടോ എന്നുള്ളത് നോക്കാം. ഇതിൽ കൂടുതലും കംപ്ലയിൻറ്റ് വരുന്നത് ലോവർ ആമിൻ്റെ ബുഷ് കിറ്റ് പോകുന്നതാണ് കൂടുതലായിട്ടും കംപ്ലയിൻറ്റ് വരുന്നത്. എപ്പോഴും മിക്ക വണ്ടിയിലും പോളോയിലൊക്കെ ലോവർ ആമിൻ്റെ ബുഷ് കിറ്റ് കംപ്ലയിൻ്റ് ആവും. അത് നമ്മൾ മേടിച്ച് ബുഷ് മാത്രം പ്രസ് ചെയ്താലും നമുക്ക് അത്ര വലിയ ഗ്യാരണ്ടി ഒന്നുമില്ല. എപ്പോൾ വേണമെങ്കിലും അത് പോകാം, ലൈഫൊന്നും കിട്ടില്ല. നമ്മൾ സെപ്പറേറ്റ് മേടിക്കുന്നത് ഈ പോളോ ആയിക്കട്ടെ, വേറെയുള്ള മറ്റുള്ള സ്വിഫ്റ്റിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെയും കുറച്ച് കാലം നിൽക്കും ബുഷ് കിറ്റ് മാറ്റിയാലും. പക്ഷേ ഇതിലൊന്നും പെട്ടെന്ന് അത് അടിച്ചങ്ങ് പോകും. അതൊക്കെ ലോവർ ആമോടുകൂടി സെറ്റോട് കൂടി മാറുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ എന്തായാലും നോക്കാം, നമുക്ക് ഗാരേജിൽ പോയിട്ട് നോക്കാം എന്തെങ്കിലും വേറെ എക്സ്ട്രാ കംപ്ലയിൻറ്റ് ഉണ്ടോ എന്നുള്ളത്. അല്ലെങ്കിൽ ഞാനതും കൂടെ പറഞ്ഞുതരാം എന്താണെന്ന്. ഇതിപ്പോൾ നമ്മൾ ബെൽറ്റ് അഴിച്ച് നോക്കിയപ്പോൾ ഇതാണ് അവസ്ഥ. ബെൽറ്റ് മാറിയിട്ടില്ല ഇതിനകത്ത്, ഉണ്ടല്ലേ. ബാരിങ്ങൾ കംപ്ലീറ്റും പോയിരിക്കണമെന്നല്ല, ബെൽറ്റിൻ്റെ കോട്ടിങ് മൊത്തം അതിനകത്ത് വന്നിരിക്കുകയാണ്. എന്തായാലും നമുക്ക് ഇതിൻ്റെ ടൈം ബെൽറ്റ് അഴിക്കാം. ഇതിൻ്റെ ടൈമിംഗ് ബെൽറ്റും വാട്ടർ പമ്പും മാറിയിട്ടുണ്ട്. വാട്ടർ പമ്പ് നമ്മൾ എടുത്തിരിക്കുന്നത് ON ആണ്. അതുപോലെ ടൈമിംഗ് കിറ്റ് എടുത്തത് INയുടെ കമ്പനിയുടെ ടൈം ബെൽറ്റാണ് എടുത്തിരിക്കുന്നത്. IN എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Volkswagen വരുന്ന ബ്രാൻഡ് തന്നെയാണ്. അതിന് ഏകദേശം 9,300 രൂപ MRP വരുന്നുണ്ട് INയുടെ കിറ്റിൽ എല്ലാം വരും. ബോൾട്ട് കംപ്ലീറ്റ് വരും. ബെയറിങ്ങുകളൊക്കെ ഇതൊക്കെ പഴയ ബെയറിങ്ങാണ്, വണ്ടിയിൽ നിന്ന് അഴിച്ച ബെയറിങ്ങാണ്. ഇതിൽ കാണാം, നമുക്ക് ഇതിൽ IN എന്ന് കൊടുത്തിട്ടുണ്ടാവും. എന്താ Volkswagenൻ്റെ വേണ്ട IN എന്ന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ബ്രാൻഡ് തന്നെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. പിന്നെ വാട്ടർ പമ്പ് നമ്മൾ ഒറിജിനൽ Volkswagenൻ്റെ തന്നെ വാട്ടർ പമ്പ് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ വെച്ചാൽ വാട്ടർ പമ്പിൽ ഏകദേശം ഇനി 1,00,000 കിലോമീറ്റർ വരെ ഓടേണ്ടതാണ്. അതുകൊണ്ട് വാട്ടർ പമ്പ് അത് തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ടൈമിംഗ് കിറ്റും വാട്ടർ പമ്പും മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഡീസൽ ഫിൽറ്ററും മാറ്റിയിട്ടുണ്ട്. ഡീസൽ ഫിൽറ്റർ ബ്ലീഡ് ചെയ്തതിൻ്റെയാണ് ഈ ഡീസൽ കാണുന്നത്. എപ്പോഴും Volkswagen പോളോയിൽ നമ്മൾ ഡീസൽ ഫിൽറ്റർ ബ്ലീഡ് ചെയ്യുമ്പോൾ ഒന്ന് സിസ്റ്റം വെച്ചിട്ട് ബ്ലീഡ് ചെയ്തതിന് ശേഷം ക്രാങ്ക് ചെയ്യുക. അല്ലാത്ത പക്ഷം ചിലപ്പോൾ നോസിൽ ലോക്കാകാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ആക്ടിവേഷൻ ടെസ്റ്റ് ഉണ്ട്. ആക്ടിവേഷൻ ടെസ്റ്റ് എടുത്തിട്ട് അതിൽ ഫ്യൂൽ പമ്പിൻ്റെ ഓപ്ഷൻ എടുക്കുക, ഓക്കെ കൊടുക്കുക. ഇതിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഇത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫ്യൂൽ പമ്പ് വർക്ക് ചെയ്തിട്ട് ഇവിടെ ഫ്യൂൽ പമ്പ് ലോഡാവും. സ്റ്റാർട്ടായി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ലോഡാകുന്നത് കാണാം. അങ്ങനെ ഒരു 3-4 പ്രാവശ്യം ലോഡാക്കിയതിന് ശേഷം ഇതാണല്ലേ നമ്മൾ ഇവിടെ സ്റ്റാർട്ട് കൊടുക്കുമ്പോൾ പൈപ്പ് ലോഡാകുന്നുണ്ടല്ലേ. അങ്ങനെ 2-3 പ്രാവശ്യം ആക്കിയതിന് ശേഷം നമ്മൾ ക്രാങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒറ്റയടിക്ക് അത് സ്റ്റാർട്ടാവും. എപ്പോഴും അങ്ങനെ വേണം ബ്ലീഡ് ചെയ്യാനായിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ നോസിൽ പെട്ടെന്ന് ലോക്കായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എടുക്കാനായിട്ട് നോസിൽ സർവീസ് തന്നെ ചെയ്യേണ്ടി വരും. ഒന്ന് സ്റ്റാർട്ട് ചെയ്യും. ഇനി നമുക്ക് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അത് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒറ്റയടിക്ക് പിടിക്കും ഇതിനകത്ത്. അടിച്ചോ, ആണല്ലേ. അപ്പോൾ ഒറ്റയടിക്ക് പിടിച്ചു. ഇല്ലയെന്ന് പറഞ്ഞാൽ നമ്മൾ ക്രാങ്ക് ചെയ്ത് ചിലപ്പോൾ അത് ലോക്കാകാൻ സാധ്യത കൂടുതലാണ്. മനസ്സിലായോ? എങ്ങനെ വേണം ഇത് ഡീസൽ ഫിൽറ്റർ അങ്ങനെയൊക്കെ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെയ്യാനായിട്ട്. അതാണ് കറക്റ്റ് പ്രൊസീജിയർ. ABSൻ്റെ സെൻസറാണ് ഇതിനകത്ത് മാറാനുള്ളത്. പിന്നെ റിയർ ഷോക്കും ചെയ്യാനുണ്ട്. ഇത് റിയർ LH സെൻസറാണ് ഇതിനകത്ത് പോയിട്ടുണ്ടായിരുന്നത്. അത് നമുക്ക് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചേഞ്ച് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ പോളോൻ്റെ വർക്ക് ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിലിപ്പോൾ നമ്മൾ ചെയ്തത് ABSൻ്റെ സെൻസർ ഒരെണ്ണം മാറ്റി. റിയർ LH സെൻസറായിരുന്നു കംപ്ലയിൻറ്റ്. അത് നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഈ പോളോൻ്റെയൊക്കെ പെട്ടെന്ന് ഈ സെൻസർ പെട്ടെന്ന് തന്നെ അടിച്ചു പോകും. മിക്ക വണ്ടികളിലും കംപ്ലയിൻറ്റ് വരാം. 1-2 സെൻസർ കംപ്ലയിൻറ്റ് വരാറുണ്ട്. അപ്പോൾ റിയറിലെ ലെഫ്റ്റ് സൈഡിലായിരുന്നു ഇതിൽ കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നത്. അത് നമ്മൾ മാറ്റി. പിന്നെ അതുപോലെ തന്നെ ടൈമിംഗ് ബെൽറ്റ്, വാട്ടർ പമ്പ്
മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ റിയറിലെ ബാക്കിലെ ഷോക്കിന് ചെറിയൊരു സൗണ്ട് ഉണ്ടായിരുന്നു നമ്മൾ റഫ് റോഡിൽ ഓടിക്കുമ്പോൾ. അത് മൊത്തം ഷോക്ക് കംപ്ലീറ്റ് ആയിട്ട് പൊട്ടിക്കിടക്കായിരുന്നു ആ ബൂട്ടിൽ നിന്ന്. അതായിരുന്നു കംപ്ലയിൻറ്റ്. ചെറിയൊരു ഓയിൽ ലീക്ക് ഉണ്ടായിരുന്നു. നമ്മളത് സോൾവ് ചെയ്തിട്ടുണ്ട്. റിയറിലെ ഷോക്ക് 2 മാറ്റിയിട്ടുണ്ട്. അത് മോൺട്രോയുടെ കമ്പനിയുടെയാണ് നമ്മൾ ഷോക്ക് എടുത്തിരിക്കുന്നത്. റിയറിൽ തന്നെ പ്രത്യേകിച്ച് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത വണ്ടിയായിരുന്നു. ഇതിപ്പോൾ ഓടിക്കാനും ഭയങ്കര സ്മൂത്ത് തന്നെയാണ്. പിന്നെ നല്ല പുള്ളിങ്ങും ഉണ്ട് ഇതിനകത്ത്. വേറെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മളിപ്പോൾ ഇതിൽ ചെയ്ത് ടൈമിംഗ് കിറ്റ് മാറ്റിയത് കൊണ്ടുള്ള ചെറിയൊരു ആ എഞ്ചിൻ്റെ ഒരു റഫ്നെസ് പോയിട്ടൊരു സ്മൂത്ത്നെസ് വന്നിട്ടുണ്ട്. എന്താ വെച്ചാൽ ബെൽറ്റ് വലിയും തോറും ക്യാമ്പിൻ്റെയും ക്രാങ്കിൻ്റെയും ടൈമിങ്ങിന് ചെറിയൊരു വ്യത്യാസം വരുന്നു. ഒരു നൂലിക്ക് വ്യത്യാസം വന്നാൽ നമുക്ക് ആ ഒരു പുള്ളിങ്ങിനും അതുപോലെ ഒരു ചെറിയൊരു സൗണ്ടിനും ഒരു വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യും. അത് എല്ലാവർക്കും കിട്ടണമെന്നില്ല, എല്ലാ വണ്ടിയിലും ഉണ്ടാകണമെന്നില്ല. ചെറിയൊരു വ്യത്യാസമുള്ളൂ. ആ ഒരു ചെറിയൊരു നേരിയൊരു വ്യത്യാസമുള്ളൂ. ബാക്കിയൊക്കെ പഴയത് നോർമൽ നമ്മൾ നേരത്തെ ഓടിക്കുന്ന പോലെ തന്നെയാണ്. ചെറിയൊരു പുള്ളിങ് വന്നിട്ടുണ്ട്. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഡീസൽ ഫിൽറ്റർ ഇന്നേവരെ മാറിയിട്ടില്ല. ഡീസൽ ഫിൽറ്ററിൽ നല്ലവണ്ണം അഴുക്കും ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ഡീസൽ ഫിൽറ്റർ ഇതിലിപ്പോൾ പുതിയതാണ് ഇട്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു വ്യത്യാസം നല്ലോണം ഫീൽ ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ മാരക പുള്ളിങ് അല്ല. മാരക പുള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്തതിന് ശേഷം മാരക പുള്ളി എന്നല്ല. നേരത്തെ വണ്ടി പുള്ളിങ് ഉണ്ടായിരുന്നു, പക്കയായിരുന്നു. ഇപ്പോൾ അത് ഇതും കൂടെ മാറിയപ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുണ്ട്. ഇപ്പോൾ വീഡിയോ എല്ലാവരും ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് കാണുന്നവരെ എല്ലാവർക്കും ബൈ.